രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ആളെ കൂട്ടാൻ കോൺഗ്രസുകാർ ബംഗാളികളെയും കൂട്ടി. സ്വാഭാവികം. കേരളത്തിൽ സ്വന്തം നിലയ്ക്ക് എണീറ്റ് നിൽക്കാൻ ശേഷിയില്ല. ലീഗ്, മൗദൂദി, സുഡാപ്പി, ക്രിസംഗി, കാസ ഇവരില്ലെങ്കിൽ കോൺഗ്രസ് ദേ നിലം പൊത്തി താഴെ കിടക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളത്തെ പരിപാടിയിൽ രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് തന്നെ ഹാള് നിറയ്ക്കാൻ വേണ്ടി ബംഗാളികളെ കൂടി ഇറക്കി. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ചോദ്യം ചോദിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. അപ്പോഴാണ് വേദിയിൽ നിന്ന് ഒരു ഹിന്ദി ചോദ്യം ഉയർന്നു വരുന്നത്. കോൺഗ്രസ്സുകാർ പോലും ഞെട്ടിപ്പോയി. ഹിന്ദി ചോദ്യം! ആ നിലയ്ക്കാണ് മൈക്കെടുത്ത് ആ ഹിന്ദി ചോദ്യത്തിന് നേരെ അങ്ങ് കൊടുത്തുവിട്ടത്. ഞങ്ങളുടെ കോൺഗ്രസ്സുകാർക്ക് ഒരു ഗുമ്മായിരിക്കട്ടെ. കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം പുലികളാണ്. ഞങ്ങൾ ഹിന്ദിയിലും ബഹുത് അച്ഛ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മൈക്കെടുത്ത് ആ ഹിന്ദി ശബ്ദത്തിന് നേരെ കൊടുത്തത്. എന്ത് വേണം? രാഹുൽ ഗാന്ധി എടുത്ത് ചെവരിൽ പതിച്ചു എന്ന് പറഞ്ഞാൽ മതി. അമ്മാതിരി ചോദ്യമാണ്. നമ്മുടെ നേതാവ് നിങ്ങളുമായി ഒരു 5 മിനിറ്റ് ഇന്ററാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും 1, 2, 3 പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ രാഹുൽ ഗാന്ധി സാർ. സർ हेलो राहुल गांधी सर. सर प्लीज एक बार हाथ मिलाइए प्लीज सर. His mic is not very. Someone is सर. Yes. बिगेस्ट फैन सर, बिगेस्ट फैन. 1 मिनट सर, जस्ट 1 मिनट. You say. सर एक बार आपसे मिलना चाहता हाथ मिलाओ सर, एक बार प्लीज. बोलो. You want to meet you, I guess. बोलो भैया. ചോദ്യങ്ങൾ सर मुझे ये बताइए, केरला इतना डेवलपमेंट है, बंगाल इतना घिसा हुआ क्यों है? You're from where? वेस्ट बंगाल. हिंदी स्पीक हिंदी. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. हिंदी बोलता हूँ मैं, वो भी हिंदी बोलता है. बंगाल നമ്മുടെ ജനപ്രതിനിധികൾ കേട്ടില്ലേ? കേരളത്തിൽ വന്ന് ജോലിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളി, കേരളം ഇത്രയും മാറ്റം വന്നു, എന്തുകൊണ്ട് കോൺഗ്രസ് ഭരിച്ച ബംഗാളിന് ഈ മാറ്റം വന്നില്ല എന്നാണ് ചോദ്യം. ഇനി വല്ലതും വേണോ? അപ്പം തന്നെ കോൺഗ്രസ്സുകാരും സേവാദൾ എല്ലാം കൂടി ചേർന്ന് ആ മൈക്കും പിടിച്ചു വാച്ച് ആ പാവപ്പെട്ടവൻ ഇനി കൈകാര്യം ചെയ്തോ ഇല്ലയോ എന്നറിയില്ല. കോൺഗ്രസ് ഭരിച്ച ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി ഡയലോഗ് അടിക്കുമ്പോൾ ചോദ്യം ചോദിക്കാൻ പോലും അവസരമില്ല. പക്ഷേ കേരളം അങ്ങനെയല്ല. ജനാധിപത്യ മൂല്യങ്ങൾ ഉള്ളതാണെന്ന് ആ ബംഗാളിക്ക് മനസ്സിലായി. ഈ നാട്ടിൽ നേതാക്കന്മാരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അത് ഇവിടെ വന്ന് കുറച്ചു കാലം അദ്ദേഹം ജീവിച്ചതിൻ്റെ ഭാഗമായി സ്വയം മനസ്സിലാക്കിയ കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം നാട്ടിലെ വികസനമില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം ഉറക്കെ ചോദിച്ചത്. ഇനിയിപ്പോൾ അതിനെ വളച്ചൊടിക്കാൻ പോകുന്നത് CPM ഭരിച്ച ബംഗാളിനെ കുറിച്ചായിരിക്കും. എന്നാൽ അതിനു മുന്നോടിയായിട്ട് അവിടെ കോൺഗ്രസും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസുമാണ് ആ നാട് ഭരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോഴും എന്താണ് ഇന്നും ബംഗാളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയെന്ന് രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് പലപ്പോഴും പല സ്റ്റേജ് ഷോകളിലൊക്കെ ഡയലോഗ് അടിച്ച് പോകുമ്പോൾ കേരളം വന്ന് കണ്ട ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാടിൻ്റെ മാറ്റം അവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവരുടെ നാടിലേക്കും ഇത്തരം മാറ്റങ്ങൾ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്ട്രെയിറ്റ് ചോദ്യം രാഹുൽ ഗാന്ധിക്ക് നേരെ വന്നപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പോലും കൊടുക്കാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറുക കൂടി ചെയ്തത്. അത് ഇതര സംസ്ഥാന തൊഴിലാളി കൂടി എന്നറിഞ്ഞപ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങിച്ച കോൺഗ്രസിന്റെ ഉള്ളിലെ ആ ജനാധിപത്യം കൂടി നാട്ടുകാർ കാണേണ്ടതാണ്.